ദോശപ്പണിയില അപ്പൊ അമ്മ ദോശ ഉണ്ടാക്കാണ്. അതെ, ഇവിടെയാണല്ലോ അരക്കിന്. അപ്പൊ പച്ചമുളകേ ഇപ്പൊ അവിടെ വാങ്ങി വെച്ചതുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ മറ്റേ പച്ചമുളക് ഉണ്ട്. അപ്പൊ ധൃതി പിടിച്ചപ്പോ ഇവിടെ തന്നെ എടുക്കാലോ. നല്ല ഫ്രഷ് പച്ചമുളക്. 8-10 കൂടി ടൈമിലുണ്ട്. ഇത് മതിയില്ലേ? അധികം എരിവ് വേണ്ട. നീ 2 ചുവന്നമുളക് ഇടും. ഇപ്പൊ അമ്പലത്തേക്ക് ദോശയാണ് വൈകുന്നേരം. ദോശയും ചട്നി. നാളേക്കുള്ള ഇഡ്ഡലിയാണ് നാളെ ഉണ്ട്. വേറെ പിന്നെ പുട്ടും ഉണ്ട്. ഇഡ്ഡലിയുടെ മാവ് മുത്തശ്ശി ഇറക്കിയാണ്. ഇരുമ്പ് ചട്ട് നമുക്ക് അവിടെ പോയി കൊണ്ടുവരാൻ തോന്നുന്നു ഇപ്പൊ തൽക്കാലം. മതി. അവിടെ തന്നെ കിട്ടുക. കഴുകട്ടതാണോ അറിയില്ല അമ്മ. മുത്തശ്ശി ചട്ടയും കിട്ടിയോ? ഒന്ന് ഞാൻ കഴുകിയെടുത്തു. പാത്രം കഴുകട്ടാന്ന് കഴിഞ്ഞിട്ട് വേണം. ഇത് പിന്നെ അടച്ചൊക്കെ ഉണ്ടല്ലോ അമ്മേ? അടച്ചൊക്കെ ഉണ്ടോ? ഇത് അല്ലാതെ കിട്ടണ്ട കേട്ടോ. ഇറക്കേണ്ടി വരും. ശരി കിട്ടണ്ട്. ഈ രാത്രി എടുക്കൊണ്ടോ നിഴല് കുറച്ച് വരുന്നത്. വേറെ കുഴപ്പമില്ല. അതെ അതെ, ഇതാണ് നമ്മളെ മാവ്. പക്ഷെ ഇപ്പൊ എന്താ ഇട്ടത്? അമ്മ, നമ്മുടെ ദോശയുടെ ഒക്കെ അവസ്ഥ എന്താണ് ഇപ്പൊ? ദോശ ഇപ്പൊ 35. അതിന് 10 കൂടെ മതി. കുറച്ച് ലൈറ്റിൽ കാണിക്കാം അമ്മ. എന്നാല് ലൈറ്റ് കുറവല്ലേ? അതെ അതെ. ഇനി നമുക്ക് 10 ദോശയും കൂടി മതി കേട്ടോ. 35 ഇപ്പൊ ടോട്ടൽ 45 ഓർഡർ ഉള്ളത്. അതെ. പിന്നെ ബാക്കി നമുക്ക് ഇവിടെ ഉള്ള വ്യക്തികൾക്കും എല്ലാവർക്കും. വ്യക്തികളൊക്കെ ഭയങ്കര വിശന്നിരിക്കുകയാണ്. ഉടുപ്പി സാമ്പാറും കൂട്ടി ദോശ കഴിക്കാം. നമ്മൾ ഉച്ചക്ക് അതാണ് ഉണ്ടാക്കിയത്. അതെ, അപ്പൊ അതുകൊണ്ട് അത് കൂട്ടിയിട്ടാണ്. രണ്ടും കൂടെ. ഇനി എത്ര എണ്ണം വേണം? 10 5 ആയിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ. 35. ട്രെയിൻ പോണ സമയായില്ലേ? 6:45. 6:10 അവിടുന്ന് എടുക്കുന്ന ട്രെയിന്. നമ്മള് പോയതാ? അല്ല, അതല്ല, അത് വേറെ. ദോശ കുറച്ചൊരു ഭംഗി കുറഞ്ഞോ? ഭംഗി കുറഞ്ഞു. മുത്തശ്ശിക്ക് കടുക് എവിടെ വെച്ചത് ഓർമ്മയില്ല. വാങ്ങിക്കണു മുത്തശ്ശി, പക്ഷെ ഓർമ്മയില്ല അത്ര. മുത്തശ്ശിക്ക് സന്തോഷ് ബ്രഹ്മി വെച്ചിട്ട് ഓർമ്മശക്തി കൂടിയതായിരുന്നു. അപ്പൊ അതേ കുറഞ്ഞിരിക്കണു. കേട്ടിട്ടില്ല അതുകൊണ്ട്.
ആ പണ്ടുണ്ടായിരുന്നില്ലേ ഒരു പരസ്യത്തില് കണ്ണട തലേന്റെ മുകളിൽ തന്നെ വെച്ചിട്ട് ഒരു മുത്തശ്ശൻ ഒരു മുത്തശ്ശൻ എനിക്ക് അങ്ങനെ അബദ്ധം പറ്റിയ ഇന്നോ ഞാൻ കായം കൊണ്ടുവരുന്നു. കായം തിളപ്പിച്ചതൊക്കെ കഴിഞ്ഞു. അപ്പൊ പരിപ്പിക്കൊക്കെ വേണ്ടിട്ട് പിന്നെ ദിക്കും വേണ്ടേ, ബജിക്കും വേണ്ടേ. അപ്പൊ ഞാൻ ചെയ്തു പറയോ പിന്നെ തിരിക്കാൻ പോലെ വേറെ കയ്യിൽ എന്തൊക്കെ ഉണ്ട്. അപ്പൊ കയ്യിൽ പിടിച്ചാൽ താഴത്ത് പോയാൽ ഞാൻ കട്ടത്ത് വെച്ചു കായത്തിന്റെ കൂട്. എന്നിട്ട് ഞാൻ കായ എടുത്തില്ല. എന്നിട്ട് ഇങ്ങനെ തിരയ കായ ഞാൻ വെച്ചോടത്തൊന്നും കായ കാണാനില്ല. പിന്നെ നോക്കുമ്പോ അത് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണ് കായം കിട്ടിയത്. പിന്നെ കടുക് അവിടെ കൊണ്ടുവച്ചിട്ടായിരുന്നു മുത്തശ്ശി. അത് ഇരിച്ചു വന്നു. ഇത് പൊട്ടിച്ചിട്ട് ഇതിലിട്ടെ. അപ്പൊ വറുത്തുള്ള കറിവേപ്പിന്റെയും പൊട്ടിച്ചു പോന്നു. രാത്രി ആയോണ്ട് കണ്ടിരുന്നു. അത്യാവശ്യം കറിവേപ്പിലൊക്കെ അവിടെ ഉണ്ടല്ലോ. പിന്നെ വലിയ സദ്യയൊക്കെ ഉണ്ടാകുമ്പോഴേ മുത്തശ്ശി വാങ്ങാറുണ്ട്. ഇരുട്ടാവേ അതാണ് 6:45 കഴിഞ്ഞിട്ടുള്ളൂ. 10 മിനിറ്റ് അപ്പോഴേക്ക് ഇരുട്ടായി. ഡിസംബർ മാസം അങ്ങനെയല്ലേ, ധനുമാസം അല്ലേ ഇത്? ഈ മാസം അപ്പൊ തിരുവാതിര മുത്തശ്ശി നമ്മളെ പൂള അല്ല എന്താ മറ്റേ ജനുവരി അല്ലേ? നമുക്ക് ഊഞ്ഞാല കാടാം. അതെ, പൂവ വിരകിയതൊക്കെ. അതെ, പറയുമ്പോൾ തന്നെ ഇപ്പൊ അതെ 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 പൂവ വിരകാൻ തോന്നുന്നു. അതെ, പൂവ വിരകേക്കാളും ഇഷ്ടക്ക് പുഴുക്കാമോ? കൂവയും കൊണ്ടോ? അല്ല, പുഴുക്കുണ്ടാക്കാൻ മറ്റേതല്ല, പൂവ വിരകിയത് വേറെ ഇതല്ലേ. എന്തായാലും ഇന്നും കൂടെ നമ്മളെ തിരുമാന്താംകുന്നിലെ സപ്താഹമായന ഇന്നത്തോടു കൂടി കഴിഞ്ഞു. നാളെ നാരായണീയ വായനയാണ്. പങ്കെടുക്കണം. അപ്പൊ മുത്തശ്ശി ഉണ്ടല്ലോ രാവിലെ എത്ര നേരത്തെ കേട്ട് പണികൾ കഴിഞ്ഞാൽ ഒരൊറ്റ പോക്ക. ഇന്നിപ്പോ പോയിട്ട് ഉച്ചക്ക് 2 മണിക്കാ വന്ന മുത്തശ്ശിയാ. നീ നാളെ എത്ര മണി വരെ? നാളെ അമ്മ ഉച്ചവരെ അല്ല വൈകുന്നേരം വരെ. നാളെ കടന്നാണ് പോണേ. കടന്ന മണ്ണേ തമ്പുരാട്ടിയുടെ കോലോത്തേക്ക് പോണുണ്ട്. ഭക്ഷണം പറഞ്ഞിട്ടുണ്ട് 20 ആൾക്ക്. അത് പറഞ്ഞു മുത്തശ്ശി ഉണ്ട് പറഞ്ഞു. അത് ഞാൻ അറിഞ്ഞില്ല. എന്താ ചോറും കൂട്ടാനും പായസം ഉപ്പേരി. അല്ലേ, ഞാൻ മുത്തശ്ശി പോണെന്ന് അറിഞ്ഞില്ല കേട്ടോ. പോണ്ടേ? അപ്പൊ പിന്നെ കണ്ടുകൂടെ സ്ഥലം? ഞങ്ങൾക്കൊന്നും കാണണമെന്നുണ്ടായിരുന്നു. അന്ന് പറഞ്ഞത് നമ്മളോട് ഒരു ദിവസം നാളെ വരാൻ പറ്റില്ല എല്ലാവർക്കും. നാളെ പറ്റില്ല, നമുക്ക് പിന്നെ ഒരു ദിവസം പോവാം. ഞാൻ അധികം തമ്പുരാട്ടി കോഴിക്കോടും ഇവിടെ കർണമണിയൊക്കെ ആയിട്ട് ഉണ്ടാവും പറഞ്ഞിട്ടുണ്ട്. ബോംബെയിൽ പോവല് കുറവാണെന്ന് തോന്നുന്നു. പ്രായമായതുകൊണ്ടാവും. 13 വയസ്സായില്ലേ? ബോംബെയില് വീടുണ്ടോ? ബോംബെയില് അത്ര ഞാൻ ചോദിച്ചില്ല. മുത്തശ്ശിക്ക് ചോദിക്കാനും സമയം കിട്ടാറില്ല. ബോംബെയിലാണ്. മകൻ ബോംബെയിലാണ്. പറഞ്ഞപ്പോ അന്ന് പറയണ്ടായിരുന്നു നമ്മളവിടെ വായനക്ക് 7 ദിവസം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ പറഞ്ഞു ഒരു ദിവസം ഇങ്ങോട്ട് വരൂ കോലോത്തേക്ക്. ബോംബെക്കൊക്കെ പോണുണ്ടെങ്കിൽ നമുക്ക് കൂടി പോവാൻ നോക്കാം. അങ്ങനെ പറ്റുമോ? അങ്ങനെ ചോദിച്ചു നോക്കാട്ടോ. ആയിക്കോട്ടെ, നമുക്ക് ബോംബെ ഒക്കെ കാണണം ആഗ്രഹമുണ്ട്. നാളെ ഇപ്പൊ ഇവിടെ വന്നവര് 10 ആളുണ്ട്. ആരെങ്കിലും ക്ഷണിച്ചാ പോലെ നമ്മളെ ക്ഷണിക്കില്ല, അങ്ങോട്ട് ചോദിക്കാം. അതെ, ചോദിക്കണേ. നിങ്ങൾക്ക് ഇത്രയും ദിവസം വിശിഷ്ട രുചിയിലുള്ള ഭക്ഷണം അല്ലേ അവരോട് പറയണം. നിങ്ങൾക്ക് ഇത്രയും ദിവസം നല്ല രുചിയിലുള്ള അതെ രുചി ഭക്ഷണം തന്നതിന് ബോംബെയിലേക്ക് ഒരു ദിവസം ഞങ്ങളെ വിളിക്കൂ. നമ്മളൊരു ഫാമിലി ആയിട്ട് വരാം. അതെ, അതിനുള്ള വല്ലാതെ നമുക്ക് സൗകര്യം വേണമെന്നില്ല. അതെ, വെക്കേഷനിൽ തന്നെ പോകാൻ പറ്റുള്ളൂ. നമ്മളെന്താന്ന് വെച്ചാൽ നമ്മള് ഉള്ളടത്ത് സൗകര്യത്തിൽ കടന്നുറങ്ങണ ആൾക്കാരാണ്. ട്രെയിൻ ടിക്കറ്റ് ഒക്കെ ഇപ്പൊ ഏതിന്റെയാണെന്നുണ്ടെങ്കിലും ടിക്കറ്റ് ഒക്കെ നമ്മൾ തന്നെ എടുത്തോളാം. നമുക്ക് അവിടെ അത്ര പരിചയം ഇല്ലാത്തോണ്ടുള്ള സംഭവം മാത്രമേ ഉള്ളൂ. ബാക്കി നമ്മളുടെ ചെലവൊക്കെ നമ്മൾ തന്നെ നോക്കും. ബോംബെയിലേക്ക് ആരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളൂ, നമ്മള് വരാം. അതെ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുത്തശ്ശി നല്ല സൂപ്പർ ഡ്യൂപ്പർ ആയിട്ടുള്ള ഓരോരോ പിന്നെ ക്ഷണിക്കണവർക്ക് നമ്മള് മുത്തശ്ശിയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള സാധനങ്ങളും പോകുമ്പോ കൊണ്ടുപോവുകയും ചെയ്യും. അല്ല, ചിലവരിങ്ങനെ കമന്റിൽ പറയണ ഞാനും കണ്ടിട്ടുണ്ട്. മുത്തശ്ശിയുടെ ഭക്ഷണം സദ്യ കഴിക്കാനും നല്ല ഇഷ്ടമാണ് ഞങ്ങക്ക്, ഞങ്ങള് നാട്ടിൽ വരുമ്പോ കഴിക്കാന്നൊക്കെ ഗൾഫിലുള്ളവരൊക്കെ പറയണേക്കാം. ഏതായാലും ഞങ്ങളൊക്കെ റെഡിയാക്കി തരാം. അതെ, നമ്മള് വെയിറ്റിംഗ് ആണ് ബോംബെ പോവാൻ. നമ്മള് എപ്പോഴും ഇവിടെ തന്നെ ആകുമ്പോഴേ ഈ ലോകവും അടുക്കളയും കാറ്ററിങ്ങും ഇതൊക്കെ അല്ലേ. എപ്പോഴേലും ഒന്ന് പുറത്തു പോവാന് ഇപ്പൊ നമുക്ക് നമ്മള് ആന്ധ്രയിലുള്ള ഒരു ചേച്ചി വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മള് അടുത്തുനിന്ന് മറ്റേ വറുത്തുപ്പേരിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കൊറേ. എന്തോ അനിത പറഞ്ഞ ചേച്ചി, പേര് ഓർമ്മയില്ലേ അമ്മക്ക്? അനിത എന്ന് തന്നെ പേര് ആ ചേച്ചിയുടെ. ആന്ധ്ര ഹൈദരാബാദേ. അല്ല, അനിത എന്നല്ല പേര്. വെച്ചിട്ടാണ് മറന്നു. ഇപ്പൊ പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കണ്ടേ.
ആ മകള് ഡോക്ടറാന്ന് പറഞ്ഞേ, മോള് ഡോക്ടറാണ്. അതതെ വേറെ അല്ല അല്ല അല്ല. അപ്പൊ അമ്മു ആ ബോംബെക്കാര് 10 ആള് വന്നിട്ടുണ്ട് സപ്താഹം വായനക്ക് തിരുമാന്താകുന്നില്ലേ അല്ലേ? അപ്പൊ ചിലവർക്കൊക്കെ നമ്മളെ വാർത്തപ്പേര് നല്ല ഇഷ്ടം. ഇതിന്റെ മുമ്പേ കൊണ്ടുപോയിട്ടുണ്ട് അത്ര തമ്പുരാട്ടിന്റെ അടുത്തുനിന്ന് വന്നവർക്ക് നല്ല ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ചിലപ്പോ ഇതിനുമ്പോ കഴിച്ചിട്ടുണ്ടാവും, ചിലപ്പോ ഓർഡർ തന്നിട്ടുണ്ടാവും. നമുക്കിപ്പോ അത്ര വിശദമായിട്ടൊന്നും അറിയില്ലല്ലോ. അപ്പൊ എന്നോട് ചോദിച്ചു ചിലവർക്ക് ബോംബെക്കാർക്ക് വേണമെന്ന്. ഒരു 3.5 കിലോ ഞാൻ കൊണ്ടു. ഒരു വായിക്കുന്ന സ്ത്രീയാണ്, അവര് ഇവിടെ താമസിച്ചാണ്. പൂന്താനം നല്ല സ്ഥലം ഉണ്ടല്ലോ, അവിടെയാണ് അവരെ വീട്. അപ്പൊ അവര് കോഴിക്കോടുള്ളവരാണ് ശരിക്കും. അപ്പൊ മകള് ഇവിടെ എത്ര ഒരു മകള് മാത്രമേ അവർക്കുള്ളൂ. അപ്പൊ അവിടെ താമസമാണ്. അപ്പൊ വായനക്ക് വന്നതാണ്. ദിവസം വരും. 5-8 കൊല്ലമായിട്ട് ഈ തമ്പുരാട്ടിനെ പരിചയമാണ്. അങ്ങനെ അവരെ കൂടെ വന്ന് വായിക്കും. അപ്പൊ പിന്നെ വൈകുന്നേരമായ വായന കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോകും. അപ്പോഴാണ് മുത്തശ്ശിനെ കണ്ട്. അപ്പൊ നമ്മള് മദ്രാസ് പോക്ക് ക്യാൻസൽ ആയില്ലേ. അപ്പൊ ഞാൻ എന്നാ വിവരങ്ങളൊക്കെ പറയട്ടെ വെച്ചിട്ട് കോട്ടേഴ്സിക്ക് പോകുമായിരുന്നു തമ്പുരാട്ടിയെ കാണാൻ വേണ്ടിട്ട്. അപ്പൊ പറഞ്ഞു ഞാൻ ഒരു 3.5 കിലോ വറുത്തപ്പേരിയുടെ അവർക്ക് 4 വെട്ടാ വേണ്ടത്, ചിപ്സ് പോലത്തെ അല്ല ട്രൈന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് ബോംബെക്ക് നമ്മളെ വിളിച്ചോളൂ, നമ്മൾ അവിടെ വന്ന് ഉണ്ടാക്കി തരുമല്ലോ. വന്നുണ്ടാക്കിയത് അല്ലേ, പോകുമ്പോ നമുക്ക് ഉണ്ടാക്കി കൊണ്ടുപോകാം. സൗകര്യം, അതാ സൗകര്യം. അവിടെ ചെന്നുണ്ടാക്കാനുള്ള പാത്രങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അതെ. പിന്നെ ഇപ്പൊ മുത്തശ്ശി കുറച്ച് തിരക്കിലും ആയതുകൊണ്ടേ. തിരക്കിലാണ്. അപ്പൊ എന്നോട് ചോദിച്ചു ഓർഡർ കിട്ടിയില്ല, അവര് പറഞ്ഞില്ല ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇപ്പൊ എല്ലാ ദിവസവും ഞാൻ പറയാം എല്ലാ ദിവസവും ഇവർക്ക് ഭക്ഷണം. എന്നാ ഞാൻ മുത്തശ്ശി ഇനിയിപ്പോ സമയമില്ലല്ലോ ഇനി മുത്തശ്ശിക്ക് ഇതൊന്നും ഉണ്ടാക്കാൻ, ഇവിടെ ഭക്ഷണം ഇവർക്കൊക്കെ കൊണ്ടുവരൊക്കെ വേണ്ടേ, പിന്നെ അതിനെ പറ്റി ഞാൻ സംസാരിക്കേണ്ട വെച്ചിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ അത് ക്യാൻസലാക്കി. അതെ, മുത്തശ്ശിയുടെ ശർക്കരപ്പേരി അല്ല വറുത്തുപ്പേരിയാണല്ലോ എല്ലാവർക്കും ഇഷ്ടാവുന്നത്. ശർക്കരപ്പേരി ഇഷ്ടം. ശർക്കരപ്പേരി പിന്നെ നമുക്ക് സദ്യക്ക് മാത്രം എപ്പോഴെങ്കിലും ഓണക്കാലത്തൊക്കെ അല്ലേ ആവശ്യമുള്ളൂ. മറ്റേത് എപ്പോഴും ചായക്കൊക്കെ കഴിക്കാലോ. അതെ അതെ. അപ്പൊ മുത്തശ്ശി നാളെ സ്വാമിമാർക്കുള്ള ഇഡലി മാവ് സ്വാമിമാർക്ക് അവിടെ അമ്പലത്തിൽ കുറച്ച് ആൾക്കാരുണ്ട് അത്ര, അവർക്ക് കൊടുക്കാൻ സ്വാമിമാരുണ്ട്. 180 ഇഡ്ഡലിയാണ്, സാമ്പാറും ചട്നി. പിന്നെ നാളെ അമ്പലത്തിലേക്ക് നാരായണ വായനക്ക് പുട്ടും കടലയും. പുട്ടും ചെറുപയറും. അപ്പൊ നാളെ 2 തരം ബ്രേക്ക്ഫാസ്റ്റ് ആണ് അല്ലേ? അതെ, ഇഷ്ടമുള്ളത് തെരഞ്ഞെടുക്കാം. എനിക്ക് പുട്ടും ചെറുപയറും. ഇഡലിയും സാമ്പാറും കൊറേ കഴിക്കണം. ദോശ നമുക്ക് അങ്ങനെ മടുക്കില്ല അല്ലേ? ഇല്ല. ഇഡലി വേഗം മടുക്കും. ഇതിപ്പോ ഇന്ന് നമുക്ക് ബജി ഉണ്ടാക്കാനുള്ള ഓർഡർ ഉണ്ടായിരുന്നു അല്ലേ? അതും അമ്പലത്തിലേക്ക് തന്നെ അല്ലായിരുന്നു. അപ്പൊ അതാണ് ഈ ഒരു ഉരുളി ഇവിടെ വെച്ചിരിക്കണം കേട്ടോ ഇവര്. ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി ഇതൊക്കെ ഇവിടൊക്കെ വൃത്തിയാക്കാനുണ്ട്. ഈ ട്രിപ്പും കൂടെ ഉള്ള മുത്തശ്ശിയുടെ ഇഡലി സോഫ്റ്റ് ആകാൻ കാരണം ഈ മിക്സിയിലും അരയ്ക്കും ഗ്രൈൻഡറിലും അരയ്ക്കും അല്ലേ? അങ്ങനെയല്ലേ? രണ്ടും മിക്സ് ചെയ്ത് അരക്കിയല്ലേ? മാടാൻ നിക്കണ്ട, ഇവിടെ കിടന്ന് പിന്നെ അങ്ങനെ അരിഞ്ഞോളൂ. ആ നേരം നമുക്ക് വേറെ പണി എടുക്കാലോ. കുറച്ചു നേരങ്ങളും നമ്മള് അരി ഇങ്ങോട്ട് കേറി വരില്ല, അപ്പൊ കൂടി നിക്കണ്ടേ. ഓ, അപ്പൊ അതിന്റെ പുതിയ ടെക്നിക്കാണ് അല്ലേ? ആദ്യം മിക്സിയിൽ അരക്കിയ പിന്നെ ഗ്രൈൻഡറിൽ ഇടുക. നല്ലോണം അതിൽ അരക്കില്ല, ഒരു ഇത് അരിഞ്ഞിട്ട് തിരിക്കാട്ട് ഇട്ട് കൊടുക്കുക. ഒന്നും അതെ അരിയത്. അങ്ങനെ ഇഡലി മാവൊക്കെ റെഡിയായി. ഒരു ട്രിപ്പ് ഇതവിടെ അരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ ദോശ ഉണ്ടാക്കൽ കഴിഞ്ഞോ? അമ്പലത്തേക്കുള്ളതായി. ഇതവിടെ ഇങ്ങനെയാവും വന്നിട്ടോ, പോവാൻ റെഡിയായി എത്തിയിട്ടുണ്ട്. വണ്ടി വന്നു. അതെ. ദോശ റെഡി ആയിട്ടുണ്ട്, ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വറുത്തിടണം. നാളെ രാവിലെ ഇല്ലേ? നാളെ രാവിലെ ഉണ്ട്. അതും കൂടെ കഴിഞ്ഞാ കഴിഞ്ഞു. 7:30 റെഡി ആക്കണം. നാളെ ഉഴുന്നോടെ ഉണ്ടോ? എന്തും കൊണ്ടാവും റെഡിയാണ്. അയ്യോ വയ്യ. നാളെ നീ ജഗ പോകെ എത്ര? നാളെ
അത് രാവിലെ കൊണ്ടുപോകാൻ വേണ്ടി വരും. പക്ഷെ അത് വേണ്ടേരില്ലേ, ഇവിടെ ഫ്ലാസ്ക് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ആ ഫ്ലാസ്കിലും പിന്നെ ഒരു തൂക്കാറും എടുത്താൽ അമ്മേ ബായ്. കുറച്ചുകൂടി ഉണ്ടാക്കാണ്ട് ദോശ. അതല്ലേ, എന്നാ ബായ് കൊടുത്തോളൂ. ബൈ, നാളെ കാണാം കേട്ടോ.